ഹലോ നമസ്കാരം. നമുക്കിന്ന് പേളി മാണിയെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഇത്ര സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ ജന്തർ മന്ദിർ പ്രശ്നത്തിന്റെ പേളിയോട് പിണങ്ങിപ്പോയായിരുന്നല്ലോ. ഒത്തിരി ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ചാനലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പണ്ടൊക്കെ വീഡിയോ ഇട്ടാൽ പുള്ളിക്കാരത്തേക്ക് മില്യനാണ് വ്യൂസ് വരാറ്. 8 മില്യൺ, 9 മില്യൺ, അങ്ങനെ മില്യൺ കണക്കിന്. ആ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന അങ്ങനത്തെ വീഡിയോക്കൊക്കെ വളരെയധികം വ്യൂസ് ഉണ്ട്. ഇന്നിപ്പം ഒത്തിരി പേര് അൺസബ്സ്ക്രൈബ് ചെയ്തു. എന്നാലും വ്യൂസിനെ അത് ബാധിക്കില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്താണെന്ന് വെച്ചാൽ പേളിയോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുള്ളതാണ് മലയാളികൾക്ക്. പക്ഷെ ഈ പ്രാവശ്യത്തെ ആ പോസ്റ്റ് എന്തോ അത്രമേൽ മലയാളികൾക്ക് പിടിച്ചില്ല എന്ന് തോന്നുന്നു. ഒന്നുമല്ലേ, ആ ഒരു വാചകമാണെന്ന് തോന്നുന്നു കൂടുതൽ എഫക്റ്റ് ആയത്. ഏതാണ്, സമാധാനമായിട്ട് വീട്ടിൽ പോയിരിക്കും, ഇതിനൊന്നും പോയി സമരത്തിനൊന്നും പോയി നിൽക്കാതെ എന്നുള്ള ഒരു വാചകമാണെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ സിബി മലയിലെ മകൻ കയറി ചൊറിയുകയും ചെയ്തു. അയാളോട് ചൊറിഞ്ഞതിന്റെ മറുപടി പേളി ഇട്ട് കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ആകുകയും ചെയ്തു. കാവ്യാണ് എനിക്കിഷ്ടം, തനിക്കെന്തോന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് വന്നു. പിന്നെ അത് ഡിലീറ്റ് ആക്കുന്നു. പിന്നെ വിശദീകരണ വീഡിയോ ആണെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ വിശദീകരണ വീഡിയോ വന്നു. അതും പിന്നെ കളഞ്ഞു. അങ്ങനെ ഒന്നും മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ മിണ്ടിയത് മൊത്തം ഇതായി. മിണ്ടായിരുന്നായിരുന്ന ഇവളെന്തോ അതിനോടൊന്നും ഇവക്കൊരു ബാധ്യതയില്ലേ എന്നൊക്കെ ചോദിച്ചുള്ള ക്വസ്റ്റ്യനുകളെ വരുള്ളായിരുന്നു. പക്ഷെ മിണ്ടിപ്പോയത് ആകെ പ്രശ്നമായി. ചില കഷ്ടകാല സമയം. ഏതായാലും അത് മലയാളികൾക്ക് പിടിച്ചില്ല. മലയാളികൾ വ്യൂസിനെ അത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള പുതിയൊരു വ്ളോഗ് വന്നിട്ട് അതിന് ആരും തന്നെ കാണുന്നില്ലെന്നുള്ളതാണ്. ഇനി അഥവാ ഒരു കമന്റ് ചെയ്യാൻ കണ്ടാണ്. ഇനി അഥവാ ഇതിന് ഇത്രയും വ്യൂസ് കിട്ടിയത് എന്തോരം വ്യൂസ് ഉണ്ട് എന്നറിയാൻ വേണ്ടി വന്ന് നോക്കുന്നവരാ, അല്ലാതെ വ്ളോഗ് കാണുന്നില്ല. എത്ര വ്യൂസ് ആയി എന്നറിയാൻ വേണ്ടി വന്ന് കാണുന്നവരേ ഉള്ളത്. അപ്പോൾ ഒരു കമന്റ് ഉണ്ട്, നമുക്കത് വായിക്കുമ്പോൾ ഹെർട്ട് ടച്ചിങ് എന്ന് പറയുന്ന പോലത്തെ ഒരു കമന്റ് ഞാൻ വായിച്ചേപ്പിക്കാം. എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. ഉള്ള സത്യസന്ധമായ ഒരു കമന്റ് അവരിട്ടിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു, പേളിയെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഇത് തന്നെയാണ് മലയാളികളിൽ ഒത്തിരി പേരുടെ പേളിയെ ഇഷ്ടമാണ്. മോഹൻലാൽ പറയുന്ന പോലെ എന്താണെന്നറിയില്ല, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്ന പോലെ പേളിയെ ഇഷ്ടമായിരുന്നു. ഒരു വീഡിയോ പോലും കാണാതെ വിടത്തില്ലായിരുന്നു. എല്ലാ വീഡിയോയും കാണുമെന്ന്. പക്ഷേ ഇപ്പോൾ കാണാൻ തോന്നുന്നില്ല. അതാണ് അതിന്റെ മെയിൻ വാക്ക്. ഒരു വീഡിയോ പോലും കാണാതെ വിടാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തോ വീഡിയോ കാണാൻ തോന്നാറില്ല. ജന്തർ മന്ദിർ പ്രശ്നത്തിന് ശേഷം ഒന്നും കാണാറില്ല. അതിന് ശേഷം ഒട്ടും കാണാറില്ല. പക്ഷേ ഇതിങ്ങനെയൊക്കെ ആയത് സങ്കടമുണ്ട്. അതാണ് ആ വാചകം. ഇങ്ങനെയൊന്നും ആകെ ഉണ്ടായിരുന്നു, പേളിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും വരണ്ടായിരുന്നു, അല്ലെ ഇങ്ങനെയൊന്നും ഒരു സംഭവം ഉണ്ടാവണ്ടായിരുന്നു, അതുണ്ടായതിൽ സങ്കടമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നെഗറ്റീവ് കമന്റ് വരാറില്ല. ഈ വാചകം എന്താ പറയുക, ഇത് ഞാൻ പണ്ട് റിയാക്ഷൻ ഇട്ടിട്ടുള്ളതാണ് പേളിക്കെതിരായിട്ട്. ഞാൻ ഈ വിഷയത്തിൽ നിന്നും പേളിക്കെതിരായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പണ്ട് പക്ഷെ എതിരായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്. പേളി ചുമ്മാ അതൊരു ഇന്റർവ്യൂ ആയിരുന്നു, വെറുതെ കടിച്ചാ പൊട്ടാത്തൊരു നുണ പറച്ചില്. എനിക്ക് നെഗറ്റീവ് കമന്റ് വരാറില്ല. കാര്യം സത്യമാണ്, പേളി എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതെല്ലാം ഞാൻ സമ്മതിച്ചു. പേളിയുടെ സ്ഥാനത്ത് ദൈവം വന്നിരുന്ന് വീഡിയോ ഇട്ടാലും കമന്റ് നെഗറ്റീവ് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് നമ്മൾ നല്ലത് ചെയ്യണോ, നമ്മൾ നല്ലത് പറയണോന്നോ ഒന്നുമില്ല, നമ്മൾ ചീത്ത പറയുന്നു, ഇതൊന്നും അല്ല അവർ നോക്കുന്നത്. അവർക്ക് ചാനലിൽ വന്നിട്ട് നമ്മളെ മാനസികമായിട്ട് എങ്ങനെ കുത്താം, എങ്ങനെ നമ്മളെ മാനസികമായിട്ട് തകർക്കാം എന്ന് മാത്രമേ അവർ ചിന്തിക്കൂ. അവർ വീഡിയോ ഒന്നും കാണുന്നൊന്നുമില്ല, പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കമന്റ് ഒക്കെ നോക്കും, അത്രേ ഉള്ളൂ. എന്നിട്ട് അവരെ കൊണ്ട് പറ്റാവുന്ന ഒരു നെഗറ്റീവ് കമന്റ് അവിടെ അങ്ങോട്ട് ഇടും. ഇട്ട് കഴിയുമ്പോൾ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, അവർക്ക് നല്ല സന്തോഷമാകും. രണ്ടാമത് അത് വായിക്കുന്ന ആ വീഡിയോ ഇട്ട ആൾക്ക് എന്താണേലും മാനസികമായിട്ടൊരു വിഷമം തോന്നും. അവരെ എന്തെങ്കിലും അമ്മായി, എന്തെങ്കിലും കിളവിയെന്നോ അമ്മായിന്നോ മുതിക്കിയെന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഭാഷയൊക്കെ ഉപയോഗിച്ചൊക്കെ അവർക്ക് ഇച്ചിരി സങ്കടം തോന്നുമായിരിക്കും എന്നുള്ള ഒരു സന്തോഷമാണത്. അതിനുവേണ്ടി എന്താണേലും നെഗറ്റീവ് കമന്റ് ഇടും. പിന്നെ രണ്ടാമതൊരു കൂട്ടർക്ക് ഇവരെ എത്രയധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നൊരു ചിന്ത കൊണ്ട് ഒരു അസൂയെന്നും കമന്റ് വരാം. അങ്ങനെ വരാം. അപ്പൊ പിന്നെ പേളി ആ പറഞ്ഞ വെറും നുണയാണ്. പേളിയല്ല, പേളി ഇനി വല്ല വിദേശ രാജ്യത്തും പോയി കമന്റ് ഇട്ട വീഡിയോ ഇട്ട് അറിയാം നെഗറ്റീവ് കമന്റ് വരാതിരിക്കുന്നത്. ഏതായാലും കേരളത്തിലാണെ വരും, അത് ഉറപ്പ്. ആ കാര്യത്തിൽ പേളി ചുമ്മാ നുണയടിച്ച. നെഗറ്റീവ് കമന്റ് വരുന്നതെല്ലാം പേളി അങ്ങ് ഡിലീറ്റ് ആകും. ഈ പ്രാവശ്യവും ഇൻസ്റ്റയില് ഈ ജന്തർ മന്ദിർ പ്രശ്നത്തിന് കമന്റ് ഇട്ടവരെയൊക്കെ പിടിച്ച് ബ്ലോക്ക് ചെയ്ത് വലിയ കുറ്റാണെന്നൊന്നും അല്ല പറയുന്നത് കേട്ടോ. അതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യം. പക്ഷെ അങ്ങനെ ചെയ്ത് ചിപ്പുറത്ത് വന്നിട്ട് എന്നെ ആരും ഒന്നും പറയാറില്ലെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. ഇവിടെയാണോ, കേരളത്തിലാണോ താമസിക്കുന്നത്? ഇപ്പോഴും കുറെ എണ്ണം പിറകെ നടക്കുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ്, കുറെ എണ്ണം ഇപ്പോഴും പേളിയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണെന്നും പറഞ്ഞു ഇട്ടിട്ടുണ്ട്. അതുപോലെ വ്യൂസ് നോക്കാൻ വരുന്നതാണെന്ന്. ഇവിടെ ആഹാരകൃഷ്ണയും
പേളിയങ്ങടെ പറയുവാണെങ്കിൽ ജനങ്ങൾ ഈ രണ്ടു കൂട്ടരെ കുറച്ചു നാളത്തേക്കെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാം. അഗാനകൃഷ്ണയുടെ എഡി വസന്ത എന്നുള്ള ആ ഒരു വാചകം അതോടുകൂടി പിന്നെ പൊടി പട്ടിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ പഠിച്ച് എന്നുള്ള അർത്ഥമാണ്. അത് ആരെയാണ് പറയുന്നത്? സ്വന്തം വല്യമ്മയാണ്. വല്യമ്മ ഡാഗിനി അമ്മൂമ്മയോ പിശാചോ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ അമ്മൂമ്മമാരും അത്ര ഇതൊന്നും അല്ല. നമ്മളെ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മൂമ്മമാര്. എനിക്കൊരു അമ്മൂമ്മ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുന്ന കാണുന്ന പുള്ളിക്ക് ഇഷ്ടമില്ല. നമ്മൾ വെറുതെ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാല്യത്തിലാണേലും നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്നോ കളികളിൽ ഏർപ്പെടുന്നു ഒന്നും പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമില്ല. പുള്ളിക്കാരത്തിന്റെ നാട്ടത്തെ മുഴുവൻ നേരം പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണിയില്ലെങ്കിൽ പബ്ലിക് റോഡാണേലും ചൂലെടുത്ത് തന്നിട്ട് ആ റോഡ് അടിച്ചു വാരിക്കോളാൻ പറയും. എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കും. പിള്ളേർ കളിക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഓരോരോ മാനസിക രോഗങ്ങൾ പ്രായമായി കഴിയുമ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് കരുതി നമ്മൾ വല്ല പിറുപിറുക്കുമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി രാക്ഷസി തള്ളേന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നമ്മളുടെ അമ്മയുടെ അടുത്ത് കേക്കെ അത് പറഞ്ഞാൽ നല്ല അടി കിട്ടും. ഇവിടെ അഹാന ഈ വായി തോന്നിയല്ല എന്ത് പറഞ്ഞതിന്റെ ശേഷമാണല്ലോ, ഇനി അവരെന്ത് പറഞ്ഞതിന്റെ ശേഷമാണേലും അഹാന ഇതുപോലെയൊക്കെ ഇരുന്ന് പറയുമ്പം സിന്ധു അത് തിരുത്തി കൊടുത്തില്ല. അതാണ് അവരുടെ ഫാമിലിയുടെ ഒരു പ്രത്യേകത. വല്ലാത്ത സ്വാതന്ത്ര്യം പിള്ളേർക്ക് കൊടുക്കുക, മറ്റാരും കൊടുക്കാത്ത സ്വാതന്ത്ര്യമാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ അഹാന ഏതായാലും പിന്നെ സാരി പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് അതുമായിട്ട് ഒരു വിശദീകരണ വീഡിയോ ഒന്നും ആയിട്ട് വന്നില്ല. സാരി പ്രശ്നം ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അതിൻ്റെ അകത്തൊരു എനിക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ സാരി തന്നെ കഴിഞ്ഞ ദിവസം 3000 രൂപയ്ക്ക് കോട്ടയത്തുള്ള ഒരു ഞാൻ കണ്ട ഇൻസ്റ്റാ പേജിൽ പാമ്പാടിയിലുള്ള അവര് അത് 3000 രൂപയ്ക്ക് വിൽക്കുന്നതായിട്ട് ഓണം സെയിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു അനുഭവത്തിൽ നമ്മൾ ആലോചിച്ചെടുക്കുമ്പോഴത്തേന് നമ്മൾ 15 രൂപ 20 രൂപയുടെയൊക്കെ സാരി 20,000 രൂപയുടെയൊക്കെ കാഞ്ചീപുരം സാരി മേടിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ ഇതിന് എത്രയാണ് രൂപയെന്ന് വെച്ച് 20,000 രൂപയെന്നൊക്കെ നമ്മൾ പറയരുത്. പറഞ്ഞു പോയാൽ അവരുടനെ പറയുന്ന വാദ്യം ദേ അടുത്ത കട, അവരുടെ ജംഗ്ഷനിലുള്ള ഒരു കട കാണും. ആ കടയുടെ പേരും പറഞ്ഞിട്ട് ദേ അവിടെ ഇന്നലെയും കൂടെ ഈ സാരി തൂക്കിയിട്ടിരുന്ന് വെറും 150 രൂപയുള്ളത്. അവരെ പറഞ്ഞു വെക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ നമ്മൾ നുണ പറഞ്ഞതാണ് എന്നാണ്. അപ്പൊ നമ്മൾ മേടിച്ചു കൊടുത്തിരിക്കുന്ന ഒറിജിനൽ കാഞ്ചീപുരവും അവരവിടെ കണ്ടിരിക്കുന്ന അതിന്റെ ഡ്യൂപ്ലിക്കേറ്റുമാണ്. എന്നാൽ അത് തിരിച്ചറിയാൻ മേലാതെ അവർ പറയുന്നതെന്ന് വെച്ചാൽ 150 രൂപയുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സാരിക്കാര്യം മഹാനയുടെ സാരി ഏതാണ്, ഇവരുടെ ഇതിന്റെയൊക്കെ സ്റ്റഫ് ഏതാണ്, ഇതൊന്നും നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും അഹാന എന്തായാലും വീഡിയോ കൊണ്ട് വന്നിട്ടില്ല. ഇതേപോലെ തന്നെയായിരിക്കും. പേളി ഇത്രയും പറഞ്ഞുകൊണ്ട് പേളിയെ വ്യൂസ് നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. പേളി ഇപ്പൊ ലാസ്റ്റ് ഇട്ട വീഡിയോ കാണും. നേരെ നമുക്ക് ആലുവയിൽ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. മമ്മി ഡാഡി രാവിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോ ഫ്ലൈറ്റിൽ ഇരുന്നോണ്ട് ഡാഡിയുടെ കോള് വരിക, വീഡിയോ കോള്. ഡാഡി പറഞ്ഞു നീ എവിടെയാ? ഞാൻ പറഞ്ഞു ഫ്ലൈറ്റിനകത്ത് റേഞ്ച് എങ്ങനെ കിട്ടി? എനിക്കറിയത്തില്ല. എന്നിട്ട് ഫ്ലൈറ്റിനകത്ത് നിന്നിട്ട് ഡാഡി പറഞ്ഞു മമ്മി അവിടെ അടിപൊളി പൊങ്കൽ. ഇന്ന് പൊങ്കലാണോ? പൊങ്കൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വരാൻ എന്നെ ടെംപ്റ്റ് ചെയ്തു. അപ്പൊ ഞങ്ങള് പൊങ്കൽ കഴിച്ചോണ്ടൊരു വൈൻഡപ്പ് ചെയ്യാം ഈ എപ്പിസോഡ്. ടു സ്ലോവാക്യ ടു ആലുവ പൊങ്കൽ. നീ നിന്നെ കൊണ്ടുപോയാ? കൊണ്ടുപോയാ? മമ്മി പൊങ്കൽ എടുത്ത് തരാം. അതെ വേഗം കഴിച്ചോ, മമ്മി എടുത്ത് നീ കഴിച്ചാടാ. അടിപൊളി. ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പൊങ്കൽ കഴിച്ച് നേരെ ഇനി ഫ്ലാറ്റിൽ പോയി ഇത് എഡിറ്റിംഗ് തുടങ്ങാണ്. അപ്പം ഈ വ്ളോഗ് നിങ്ങൾ എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിക്കുന്നു. സോളോ ട്രിപ്പ് പോണെങ്കിൽ പൊയ്ക്കും. ബൈ. പണ്ടൊക്കെ ഇടുന്ന വീഡിയോയ്ക്ക് മില്യനാണ് വ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രസവം പ്രഗ്നന്റ് ആയ വീഡിയോയ്ക്കൊക്കെ എന്താണ് 8 മില്യൺ 9 മില്യൺ അങ്ങനെ വ്യൂസ് പൊക്കൊണ്ടേയിരിക്കും എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഇന്നലെയൊക്കെ ഇട്ടേന് 51, 54, 61 ഇവിടുത്തെ ചെറിയ റിയാക്ഷൻ ചാനലുകൾക്ക് പോലും 1 ഡേ ഒക്കെ കഴിയുമ്പോൾ മിക്കവാറും പേർക്കൊക്കെ 50K 60K ഒക്കെ വ്യൂസ് കിട്ടാറുണ്ട്. അപ്പം മില്യൺ കണക്കിന് സബ്സ്ക്രൈബ് 5 ലക്ഷത്തിന് 1 2 ലക്ഷം ഇറങ്ങിപ്പോയെന്നും പറയുന്നുണ്ട്. അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത്രയും സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർക്ക് ഇത്രയും കുറച്ച് വ്യൂസ് വരിക എന്ന് പറഞ്ഞാൽ അത്
വളരെ മോശം എന്ന് തന്നെ പറയാം. ഒരു കഷ്ടകാല സമയത്ത് വായിന്ന് വീണ വാക്കുകളുടെ പുറത്ത് ഒന്നും മിണ്ടാതെ എഴുന്നേച്ചാൽ മതിയായിരുന്നു. മിണ്ടിയോണ്ട് എന്താണെന്ന് ചോദിച്ചാൽ മലയാളി അങ്ങ് വെറുത്ത്. ഇതിന് മുന്നേ നടന്നിട്ടുണ്ട്. പണ്ട് ഈ ലോക്ക്ഡൌൺ സമയത്ത് ആദ്യമായിട്ട് വന്ന മല്ലു ഫാമിലി എന്ന് പറയുന്ന ഫാമിലി വ്ളോഗ്, അവരുടെ അച്ഛൻ ഇട്ടേച്ച് പോയി, അമ്മയ്ക്ക് ക്യാൻസർ, വാടക വീട്ടില്, അങ്ങനെ ബംഗളം ഓട്ടോ ഡ്രൈവർ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേന് ജനങ്ങൾക്ക് അങ്ങോട്ട് സഹതാപ തരംഗം അങ്ങോട്ട് ഒഴുകിയിട്ട് ജനങ്ങളെല്ലാവരും ഇടിച്ചു കയറി അങ്ങ് സബ് ചെയ്ത് അവരെ അങ്ങ് ആശ്വസിപ്പിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം എന്തുണ്ടായെന്ന് വെച്ചാൽ അവര് ശുചിത്വം അങ്ങാണ്ട് ഒരു ബൈക്ക് മേടിച്ച്, സെക്കൻഡ് ഹാൻഡ് ആണ്, പക്ഷെ ലക്ഷങ്ങളുടെ വില. ഇവര് വാടക വീട്ടിൽ നിന്ന് താമസം ഒറിജിനൽ വീട്ടിലോട്ട് മാറിയാൽ ജനങ്ങൾക്ക് കുഴപ്പമില്ല. ബൈക്ക് മേടിച്ചപ്പോൾ അത് ആഡംബരമായിട്ട് കരുതിയിട്ട് ജനങ്ങൾ അപ്പം തന്നെ ഇതേ പരുവായിരുന്നു. ഇതേപോലെ തന്നെ ജനങ്ങൾ വെറുത്തുപോയി. അതേപോലെ തന്നെ അഹാനിക്കൊക്കെ ചുമ്മാ കൃഷ്ണകുമാർ പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഇല്ലായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്ന പോലെ അവർ അതേപോലെ ആ ഒരു ഫാമിലി തന്നെ നല്ല വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷെ വായിന്ന് വീണ അബദ്ധം കണ്ട്. എന്നാൽ പേലിയെ ഞാൻ അത്രയും പറയത്തില്ല കേട്ടോ. ഈ എഡ്ഡി വസന്ത വിളിയൊക്കെ പോലെയും പട്ടിച്ചീന്ന് വിളി പോലെയൊന്നും ഉള്ള ഇതല്ല പേലി. നമ്മളിപ്പോൾ ഈ ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിലും പേലിയുടെ ഭാഗത്തുനിന്ന് പേലി പല ചാരിറ്റി ചെയ്യുന്നു, അത് ഇതുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് വേറൊരു വൈബാണത് പേലിയുടെ ചാനലിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ ജനങ്ങൾ ഇട്ടേച്ച് പോകും എന്നുള്ള എന്റെ തെളിവിപ്പം ഏത് സെലിബ്രിറ്റീസ് ആണെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണ്. അല്ലാതെ ഞങ്ങൾ കൊണ്ടേ അങ്ങോട്ട് മറിക്കും, നിങ്ങൾ വേണേ കണ്ടാ മതി, കണ്ടേച്ച് പോ വേണേ എന്നൊക്കെയുള്ള അഹങ്കാരത്തിലാണ് ഇവര്. ഇതിന്റെ കൂടുതലും മനഃശാസ്ത്രം എന്താ വെച്ചാൽ നമ്മളെ പോലെയാണോ, സാധാരണക്കാരെ പോലെയാണോ ഈ സെലിബ്രിറ്റീസിന്റെ ജീവിതം എന്നൊക്കെ അറിയാൻ വേണ്ടി പോയി കാണുന്നത്. ഇനി പിന്നെ കുറെ പേര് ഈ സീരിയലിന് അഡിക്റ്റ് ആകുന്നതിന് ഏതിനേലും ഒന്ന് അഡിക്റ്റ് ആകുന്ന പോലത്തെ ആൾക്കാരുണ്ട്. അവർ ഈ പറയുന്ന പോലെ അതെല്ലാം തുറന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്കാരുണ്ട്. പക്ഷെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുപ്പീരാണ്, പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കും. എന്നാലും ഞാൻ ഇപ്പോഴും പറയാം, പേലിമാണിയുടെയൊക്കെ ചാനൽ വീണ്ടും പഴയ വ്യൂസും അതും ഇതൊക്കെ വരും എന്ന് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അഹാനയുടെ കാര്യം എനിക്കറിയത്തില്ല എന്താണേലും. അഹാന ചെയ്തത് പേലി ചെയ്ത പോലെ അല്ല, അത് തെറ്റ് തന്നെയാണ്. വല്യമ്മമാരെ കയറി അവരെന്ത് ഡാഗിനിയും പിശാചാണേലും അത്രയും പറയാന്ന് പറഞ്ഞാൽ അത് ക്ഷമിച്ചു കൊടുക്കാവുന്ന ഒരു തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനമ്മമാരത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ പേലിയുടെ ചാനലിന്റെ വ്യൂസ് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ വ്യൂസ് കുറവാണ്. ആൾക്കാർക്ക് ഈ കമന്റിൽ കണ്ട പോലെ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുള്ള ആ അകൽച്ച കാലം മായ്ക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.